പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്, ജനിക്കുവാൻ ഒരു കാലം, മരിക്കുവാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിക്കുവാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിക്കുവാൻ ഒരു കാലം, വിലപിക്കുവാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കുവാൻ ഒരു കാലം, സമ്പാദിക്കുവാൻ ഒരു കാലം, നഷ്ടമാകുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെക്കുവാൻ ഒരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിക്കുവാൻ ഒരു കാലം, സംസാരിക്കുവാൻ ഒരു കാലം, സ്നേഹിക്കുവാൻ ഒരു കാലം, ദ്വേഷിക്കുവാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവർ തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കാത്തവർക്കും വലിയ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ പൊതുവായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ തിരുവചനം. എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വെളിപ്പെടുന്ന കാലമെല്ലാം, ഈ പറഞ്ഞ കേട്ടതായ കാലങ്ങളെല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി ദൈവം ചെയ്യുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും പ്രയാസഘട്ടത്തിൽ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ വിതച്ചിട്ട് നന്മ കൊയ്യുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടും ഏറിയ പങ്കും ഫലമൊന്നും കിട്ടാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ യഥാർത്ഥമായും ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാലവും നല്ലതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. നമ്മൾ പഴയ നിയമഭക്തന്മാരുടെ ജീവിതത്തിലായാലും പുതിയ നിയമഭക്തന്മാരുടെ ജീവിതത്തിലായാലും ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഭിന്നത്തിൽ നല്ലതായിട്ട് മാറി. പഴയ നിയമത്തിൽ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബിന്റെ പുത്രന്മാരിൽ ഒരാളായ യോസഫ്. അപ്പോൾ ആ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ യോസഫിന്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദ്യം നല്ലതായിരുന്നു. അപ്പൻ അദ്ദേഹത്തെ സ്നേഹിച്ചു, നിലയങ്കി തയ്പ്പിച്ചു കൊടുത്തു, വീട്ടിൽ ബഹുമാന്യത കിട്ടി, എല്ലാം നല്ലതായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയധികം നെഗറ്റീവ്സ് വന്നു. പൊട്ടക്കണ്ടിൽ എറിയപ്പെട്ടു, പോത്തിഫാറിന്റെ ഭവനത്തിൽ അടിമയായിട്ട് പോകേണ്ടി വന്നു. ഒരു അടിമയുടെ ജീവിതം അറിയാമല്ലോ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ഇതുപോലെ ദൈവത്തെ വിളിക്കുന്നവർക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് മറുപടി ഇല്ലല്ലോ, പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഇല്ലല്ലോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ ചില സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് എനിക്കൊരു ശുഭഭാവി വരും,
ദൈവത്തിൽ നിന്നൊരു നല്ല കാലം ഉണ്ടാകുമെന്നുള്ള വളരെ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടെ യോസഫായിരുന്നു. പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു. അവിടെ ദൈവിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹം ഒരിക്കലും ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിലകപ്പെട്ടു. എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. ചെയ്യാത്ത കുറ്റത്തിന് നാം കാരാഗ്രഹത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവം ഉറപ്പായിട്ട് ഏറ്റെടുക്കും. ചെയ്യാത്ത കുറ്റത്തിന് യോസഫ് കാരാഗ്രഹത്തിൽ അകപ്പെട്ടുവെങ്കിലും ദൈവം അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ഇതുപോലെ എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കാരാഗ്രഹത്തിൽ പോകാനൊരു കാലമുണ്ടായിരുന്നു. ചെയ്യാത്ത തെറ്റിന് അതായത് ബന്ധനത്തിൽ, അത് കാരാഗ്രഹത്തിന്റെ ബന്ധനത്തിൽ അകപ്പെടാനൊരു കാലം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാതിരുന്നിട്ടും പൊട്ടക്കണ്ടിൽ എറിയപ്പെടാനൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം സഹനശക്തിയോടുകൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെയെല്ലാം ദൈവം സൈലന്റായിട്ട് അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ നമ്മളെ സൈലന്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ നിങ്ങളോട് പറയുന്ന ഒരു ദൂതാണ്. നിങ്ങളെ സൈലന്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കരുണ, നിങ്ങളുടെ മനസ്സലിവ്, നിങ്ങളുടെ ആർദ്രത, നിങ്ങളുടെ മറ്റുള്ളവരുള്ള ബഹുമാനം, ഇതെല്ലാം വളരെ സൈലന്റായിട്ട് വാച്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നൊരു ടൈമുണ്ട്. ദൈവം പറയും, ഈ കാലഘട്ടം, അതായത് ഇടിച്ചു കളഞ്ഞ കാലഘട്ടത്തിൽ, കരയുന്ന കാലഘട്ടത്തിൽ, കല്ലുപെറുക്കി കളയുന്ന കാലഘട്ടത്തിൽ, നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തിന്മ വന്ന കാലഘട്ടത്തിലൊക്കെയും ഇവൻ എന്നെ തള്ളിക്കളയാതെ എന്നെ കാത്തു, എന്നിലുള്ള വിശ്വാസം കാത്തു, എന്നിലുള്ള സത്യസന്ധത കാത്തു, പരമാർത്ഥതയുള്ള ഒരു ഹൃദയം അവൻ സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് നിശ്ചയമായിട്ട് ഞാൻ അവന് അടുത്ത ഒരു പടി, ഒരു പ്രമോഷൻ ഞാൻ കൊടുക്കും. അങ്ങനെ യോസഫിന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എല്ലാ കാലത്തിലും അവന് ഏറ്റവും നല്ലത് സംഭവിച്ചു. നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൂടെ നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അകപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ പാഠശാലയിൽ അവനെ ഒരു പരിശീലന കളരിയിൽ കൂടെ കടത്തിവിടുകയായിരുന്നു. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോൾ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നു പോയേക്കാം. ഏറ്റവും സ്നേഹിതരായ ചിലർ നിങ്ങളെ വിട്ടുപോയേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആരും ഇപ്പോൾ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ കരുതുകയോ ഇല്ലായിരിക്കാം. നിങ്ങളുടെ അടുക്കൽ ഒരു നല്ല ഒരു കുശലാന്വേഷണം പോലും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലരിൽ നിന്ന് കിട്ടിയെന്ന് വരില്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ഒരാള് നിങ്ങളെ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം പറഞ്ഞേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങൾ സഹനശക്തിയോടുകൂടെ ആ വ്യക്തികളോട് വൈരാഗ്യത്തോടിരിക്കാതെ, പിണക്കത്തോടിരിക്കാതെ, ദൈവത്തിലുള്ള ആശ്രയത്തിൽ സഹനശക്തിയോടുകൂടി ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. അതാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി ദൈവം ചെയ്യുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നിങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കാലഘട്ടമുണ്ട്. നിങ്ങളെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കാലഘട്ടമുണ്ട്. അതേ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കാലഘട്ടമുണ്ട്. ദൈവത്തിൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, വിശ്വാസത്തോടുകൂടി ഇരിക്കുക. കർത്താവ് നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമന്റ് ഇടാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സ്നേഹവും സാന്നിധ്യവും
കൃപയും അവരുടെ മേൽ പൊതിയുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ദുഃഖത്തിലും ഭാരത്തിലും ഇരിക്കുന്നെങ്കിൽ അവരെ അതിൽ നിന്ന് റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യം ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ദൈവത്തിന് വർക്ക് ചെയ്യുവാൻ ഒരു ടൈമുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ ഇനാക്റ്റീവ് ആയിരിക്കുന്ന സമയത്തും ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്തും ഒരുപോലെ വർക്ക് ചെയ്യുന്ന അത്യന്തമായ ദൈവത്തിന്റെ ശക്തിയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ആരും ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും കർത്താവ് ഞങ്ങളെ അറിയുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആരും ഞങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിനായി സ്തോത്രം എന്നുള്ള വിചാരത്തോടുകൂടെ ഓരോരുത്തരുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you all. Thank you very much.